നമസ്കാരം. കേരള ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് 5 വർഷ കാലാവധി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഗവർണറെ മാറ്റുമോ ഇല്ലയോ എന്ന് ഈ മാസം അറിയാൻ സാധിക്കും. മുൻ ഗവർണറായിരുന്ന പി സദാശിവം 5 വർഷം തികയുന്ന ദിവസം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്നും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഗവർണർമാർക്ക് 5 വർഷം എന്ന കൃത്യമായ കാലാവധി പരിധിയില്ല. പുതിയ ഗവർണറെ നിയമിക്കുന്നത് വരെ തുടരാൻ സാധിക്കും. പി സദാശിവം 5 വർഷം തികച്ചപ്പോൾ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിക്കുകയായിരുന്നു. 2014 മോദി സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ കേരള ഗവർണർ സ്ഥാനത്ത് 6 മാസം തികയ്ക്കാത്ത ഷീല ദീക്ഷിതിന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപ് ഡൽഹിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ സർക്കാരും ഗവർണറും തമ്മിൽ പല വിഷയങ്ങളിലും നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഈ കേസുകളിൽ പലതും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും പരിഗണനയിലുമാണ്. നേരത്തെ ചാൻസലർ എന്ന നിലയിൽ സർവകലാശാല ഭരണത്തിലും ഗവർണർ പിടിമുറുക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഗവർണർക്കെതിരെ ഇടതുമുന്നണി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 9 VC-മാരുടെ രാജി ആവശ്യപ്പെട്ടാണ് ഗവർണർ തിരിച്ചടിച്ചത്. വയനാട് ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടും തുക നേടിയെടുത്തതുമെല്ലാം ഗവർണർ അടുത്ത കാലത്ത് സർക്കാരിനൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുമോ എന്നതും പകരം ആര് എന്നതും സർക്കാർ ഉറ്റുനോക്കുന്നുണ്ട്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം കൂടി തുടരണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പരാമർശം വാർത്തയായതോടെ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് തിരുവഞ്ചൂർ നിലപാട് ആവർത്തിക്കുകയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സിൽ നന്മയുണ്ടെന്ന വിശ്വാസക്കാരനാണ് താൻ. അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വിധത്തിൽ പോസിറ്റീവായി വിനിയോഗിക്കാൻ പറ്റണം. അതിനാൽ തന്നെ അദ്ദേഹത്തിന് നീട്ടിക്കിട്ടണമെന്നതിൽ തർക്കമൊന്നുമില്ലെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കുന്നു. ഗവർണർ അടുത്ത 5 വർഷം കൂടി ഈ കേരളത്തിൽ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മനയിൽ വന്നുപോയി പ്രാർത്ഥന നിരതമായി അന്തരീക്ഷത്തിൽ നിന്ന് മടങ്ങിയവരാരും ഒരു വിഷമത്തിലും പെട്ടിട്ടില്ല. അവർ ശ്രേയസിലേക്ക് വരികയുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം. 5 വർഷം പൂർത്തിയാക്കുന്ന ഗവർണർക്ക് വീണ്ടും സംസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയിൽ നിൽക്കാനാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് എന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ വാക്കുകൾ. Ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.